കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അമ്പലത്തിലേക്ക് വന്ന സ്ത്രീകളും ലളിതയും കൂടി ഭാസ്കരനെയും കുടുംബത്തെയും മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. അതിനെ എതിർത്ത മണിയോടായി ലളിത പറയുകയാ, അമ്പലത്തിലേക്ക് വരുന്ന ആളുകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഏജന്റിനെ എല്ലാം നല്ലതായേ തോന്നൂ എന്ന് അറിയാവുന്നവർക്ക് അങ്ങനെയല്ലല്ലോ എന്ന്. അത് കേട്ട് സുഭാഷും അമ്മായി വഴക്കും സ്വത്തുതർക്കവും ഉണ്ടെന്ന് കരുതി വായി തോന്നുന്നത് വിളിച്ചു പറയരുത് എന്ന് പറയാൻ ഞാൻ മാത്രമല്ലല്ലോ, നാട്ടുകാരും പറയുന്നില്ലേ, നീ അവരുടെ വായ അടച്ചു വെക്കടാ എന്ന് അമ്മായിയും. ഹരീഷും ചേട്ടൻ എഴുന്നേറ്റെ, ഇവരോടൊന്നും സംസാരിക്കാൻ നിൽക്കണം, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാമെന്ന് പറഞ്ഞ് വിളിക്കേ. അതെ, അമ്പലമുറ്റത്ത് നിന്നൊരു വഴക്ക് വേണ്ട, ആദ്യമായിട്ട് വരുന്നതല്ലേ, എഴുന്നേൽക്കെന്ന് മണിച്ചേട്ടനും പറയേ. അവരെല്ലാവരും അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാ. വീട്ടിലെത്തിയ സുഭാഷ് തന്റെ ജോലിക്കാരെ ഫോണിൽ വിളിച്ച് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുക. ഉമ്മറത്ത് തന്നെ നിധി ഇരിപ്പുണ്ട്. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വന്ന് ചൂടുവെള്ളം കൊണ്ട് കൊടുക്കുന്നത്. അവൾ ആലോചനയോടെ ഇരിക്കുന്ന കണ്ട് എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ അമ്മായി എന്താ ഇങ്ങനെ? ഓരോ സ്ഥലത്ത് വെച്ച് പറയേണ്ട കാര്യങ്ങളില്ലേ, അതല്ലേ പറയാൻ പാടുള്ളൂ. ഇത്രയും ആളുകളുള്ള സ്ഥലത്ത് അച്ഛനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നവർ എന്ത് വിചാരിക്കും? ഒന്നുമില്ലേലും അമ്പലത്തിൽ തൊഴാൻ വന്നിരിക്കുകയാണെന്ന് ഓർക്കണ്ടേ എന്ന് പറയേ. നാട്ടിലേതുപോലെ ഇവിടെയും ഞങ്ങളെ നാണം കെടുത്തണം, അത്രയുള്ളൂ അവരുടെ ഉദ്ദേശം. ഞങ്ങൾക്ക് ഇതൊക്കെ അങ്ങ് പഴയി പോയി, താൻ അത് വിട്ടേക്ക് എന്ന് സുധീഷും പറയുന്നുണ്ട്. അങ്ങനെ വിടാൻ പാടുണ്ടോ? അവർ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം എന്നവൾ പറയേ. ഞങ്ങളെങ്ങനെ തെളിയിക്കാനാ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്ത്രീയും അധികകാലം വാഴില്ലെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. അതിനുള്ള വഴി നിങ്ങൾ ചെയ്യണം എന്നവൾ പറയേ. എന്ത് വഴി എന്ന് സുധീഷും. തറവാട്ട് അമ്പലത്തിൽ വന്ന് വഴിപാട് നടത്തിയാൽ സുഭാഷേട്ടന്റെ ദോഷങ്ങൾ തീരുമെന്നല്ലേ ജ്യോത്സ്യർ പറഞ്ഞത് എന്നവൾ ചോദിക്കേ. അതെ, അതിനാണല്ലോ നമ്മൾ ഇവിടെ വന്നത് എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്താ എന്ന് നിധി ചോദിക്കേ. വഴിപാട് എന്ന് പറഞ്ഞ പരങ്ങളോടെ ഇരിപ്പാ സുധീഷും. നികേഷ് അവനെ രക്ഷിക്കാനായി ചേട്ടാ തേങ്ങ ഉടക്കൽ എന്ന് പറയുന്നുണ്ട്. സുധീഷ് തേങ്ങ ഉടക്കൽ എന്ന് പറയാനേ വരുമ്പോഴേക്കും ശൂലം കുത്തി പ്രദക്ഷിണം ചെയ്യൽ എന്ന് നിധിയും. ആ, ശൂലം കുത്തി എന്ന് ചിരിയോടെ സുധീഷ് പറയേ. അത് നിങ്ങൾ ചെയ്യണം എന്ന് നിധി പറയുന്നവർക്ക് ഒരു ഞെട്ടലോടെ അയ്യോ എന്ന് വിളിക്കുകയാണ് സുധീഷ്. സുഭാഷേട്ടന് വേണ്ടി നിങ്ങൾ അനിയന്മാരല്ലാതെ വേറെ ആരാ വഴിപാട് ചെയ്യാ? ആരെങ്കിലും ഒരാൾ അത് ചെയ്തേ പറ്റൂ എന്ന് നിധി പറയുന്നുണ്ട്. കോൾ നിർത്തി അത് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന സുഭാഷേട്ടനും മോളെ അത് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുഭാഷേട്ടനൊന്നും മിണ്ടാതിരുന്നേ. ആരും ചെയ്യാത്തൊന്നുമല്ലല്ലോ, എത്ര പേരെ ഇത് ചെയ്യുന്നത് കണ്ടത്, അവർക്കാർക്കും ഒന്നും പറ്റിയില്ലല്ലോ എന്നവൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഹരീഷും നികേഷും ഒക്കെ അത് ചെയ്യാന്ന് പറഞ്ഞാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അയ്യോ അവര് ചെയ്യണ്ട, നിങ്ങൾ ചെയ്താൽ മതിയെന്ന് നിധിയും. പണി പാലും വെള്ളത്തിൽ കിട്ടി എന്ന് പറഞ്ഞ് ചിരിയോടെ നിൽപ്പാ ഹരീഷും. സുധീഷും എഴുന്നേറ്റ് എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല, അതൊക്കെ അനാചാരങ്ങളാണെന്നേ. അത്തരം ആചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ സുചിന്തിതമായ അഭിപ്രായം എന്നവൻ പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്നിറങ്ങിയ മണിച്ചേട്ടനും എന്താ ഒരു പ്രസംഗമായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. സുഭാഷും പറയുകയാ, അല്ല ഈ ക്ഷേത്രത്തിലെ ഒരു സ്പെഷ്യൽ വഴിപാടില്ലേ, അത് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞതാണെന്ന്. എന്ത് ശൂലം കുത്ത് അനാചാരമാണെന്നോ? അല്ല കാര്യമായി എന്ന് മണിച്ചേട്ടനും. അല്ല ഭഗവതിയല്ലേ പ്രതിഷ്ഠ, പിന്നെങ്ങനെ ഈ വഴിപാട് എന്ന് സുഭാഷൻ ചോദിക്കുക. ശൂലം കുത്തി പ്രദക്ഷിണം ഭഗവതിക്കല്ല, ഉപദേവനായ സുബ്രഹ്മണ്യനാ. രണ്ട് ഭാര്യമാരുള്ള സുബ്രഹ്മണ്യനെ പ്രസാദിപ്പിച്ചാൽ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന സ്ത്രീ ദോഷം മാറുമെന്നാ ഇവിടുത്തെ വിശ്വാസം എന്ന് മണിച്ചേട്ടൻ പറയുന്നവൾക്ക് ഇതൊരു വിശ്വാസമല്ലേ ചേട്ടാ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, അതാണ് സത്യം എന്ന് മണിച്ചേട്ടനും പറയുകയാ. ഞാൻ പക്ഷേ അത് നേർന്നുപോയി എന്ന് നിധി പറയേ. നേർന്നെങ്കിൽ നടത്താതിരിക്കാൻ പറ്റത്തില്ലെന്ന് നികേഷും. എന്നാ പിന്നെ അത് ചെയ്യണം, അത് മസ്റ്റാ, അല്ലെങ്കിലേ ദോഷം കൂടുകയേ ഉള്ളൂ എന്ന് മണിച്ചേട്ടൻ തീർത്തു പറയേ. അയ്യോ എന്തോന്നൊക്കെ ഇത് എന്ന് പരിഭ്രമത്തോടെ സുധീഷും പറയുകയാ. അല്ല നേർന്ന പോലെ ചെയ്യണമെന്നുണ്ടോ എന്ന് സുഭാഷ് ചോദിക്കേ. അത് തന്നെ, പരിഹാരം വേറെ ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് സുധീഷും ചോദിക്കുക. നേർച്ചയ്ക്ക് പരിഹാരം എന്താണോ അത് നടത്തേണ്ടത് തന്നെയാ, എല്ലാരും ചെയ്യുന്നതല്ലേ. ശൂലം കുത്തി അമ്പലം ചുറ്റി 3 പ്രദക്ഷിണം, അത്രേ വേണ്ടൂ, സിമ്പിൾ ആണെന്നേ. 9 ദിവസത്തേക്ക് ഒരു ചെറിയ പാട് കാണും, അതിത്തിരി പൗഡർ ഇട്ട അറിയത്തു പോലുമില്ല എന്ന് മണിച്ചേട്ടൻ പറയേ. അത്രേ ഉള്ളല്ലേ എന്ന് നിധിയും ചോദിക്കുക. അപ്പൊ സുധീഷിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഞാൻ പോയിട്ടെ നിങ്ങൾക്ക് ചായ എടുക്കാം എന്ന് പറഞ്ഞവൾ ചിരിയോടെ അകത്തേക്ക് കയറി പോവുകയാ. സുധീഷും പരിഭ്രമത്തോടെ നിൽക്കെ. ഇന്നലെ ആ മുറിയിലേക്ക് കയറി ചെല്ലാൻ നോക്കിയില്ലേ, അതിന്റെ പണിയാണെന്ന് ഹരീഷ് പറയുന്നുണ്ട്. ചായ എടുക്കാൻ പോകാൻ തുടങ്ങിയ നിധിയും സുധീഷിന് കടുപ്പം കൂടുതലല്ലേ എന്ന് ചോദിക്കേ. ആ അതെ, ഇതിത്തിരി കടുപ്പമായി പോയി നിധി എന്ന് സുധീഷും പറയുന്നുണ്ട്. രാത്രിയാവുമ്പോ സുധീഷ് പേടിച്ചു വിറച്ച് സോഫയിൽ കണ്ണടച്ചിരുന്ന് ഞെട്ടലോടെ നിലവിളിക്കുന്നുണ്ട്. അത് കേട്ട് നികേഷും എക്സൈറ്റ്മെന്റിലാ. ശൂലം ഇങ്ങനെ എടുത്ത് ചൂടത്ത് വെച്ച് ഇതിലെ തുളച്ച് ഇതിലെ എടുക്കുമ്പോഴുണ്ടാവുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ എന്നവൻ ചോദിക്കുമ്പോഴേക്കും തന്റെ ചെരുപ്പെടുത്ത് ഒന്ന് പോടോ എന്ന് പറഞ്ഞ് അവൻ എറിയുന്നുണ്ട് സുധീഷ്. മണിച്ചേട്ടൻ എന്തോ പല്ലെടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും സുഭാഷേട്ടനും അങ്ങോട്ട് വരികയാ. അല്ല മണിച്ചേട്ടൻ പറഞ്ഞില്ലേ ശൂലം കുത്തുമ്പോ പല്ലെടുക്കുമെന്ന്, ഒരു പല്ലാണോ 2 പല്ലാണോ എന്ന് നികേഷ് ചോദിക്കേ. അങ്ങോട്ടിരുന്ന് സുഭാഷേട്ടനും 2 3
എന്ന് പറയേ സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കുന്നുണ്ട് സുധീഷ്. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വന്ന് സുധീഷിന് പേടിയുണ്ടോ എന്ന് ചോദിക്കേ. പേടിയോ എന്തിന് എന്ന് സുധീഷ്. നീ അങ്ങനെ ഒരു നേർച്ച എന്തിനാ മോളെ നേർന്നതെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഞാൻ ആ സമയത്ത് അങ്ങനെയൊക്കെ നമ്മുടെ വീടിനെ പറ്റി അവർ പറഞ്ഞപ്പോ ശരിക്കും പേടിച്ചു പോയി. ആ ദോഷം മാറാൻ അങ്ങനെ ഒരു വഴിപാട് നടത്തിയ മതി എന്ന് പറഞ്ഞപ്പോ എന്നവൾ പറഞ്ഞു നിർത്തുമ്പോഴേക്കും സാരമില്ല നിധി, താൻ നേർന്നതല്ലേ, കവിളിലൊരു കമ്പി തറയ്ക്കുമെന്നല്ലേ ഉള്ളൂ, ഞാൻ അത് സഹിച്ചോളാമെന്ന് സുധീഷും പറയുകയാ. എനിക്കുള്ള ദോഷം മാറാൻ ഞാനല്ലേ അത് ചെയ്യേണ്ടത്, ഞാൻ ചെയ്താൽ മതിയെങ്കിൽ അത് അങ്ങനെയാവാമെന്ന് സുഭാഷ് പറയുകയാ. അത് പറ്റില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ സുഭാഷ് ഏട്ടാ, ആർക്കാണോ ദോഷമുള്ളത് അവരുടെ അടുത്ത ബന്ധു ചെയ്യണമെന്നല്ലേ എന്ന് നിധി പറയേ. ഇവൻ അടുത്ത ബന്ധുവല്ലേ എന്ന് നികേഷിനെ ചൂണ്ടി സുധീഷ് ചോദിക്കുക. പക്ഷെ സുധീഷ് ഏട്ടൻ കൊണ്ടുവന്ന ജ്യോത്സ്യന്മാർ 4 പേരും ജാതകത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞതാണല്ലോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. പക്ഷേ തറവാട്ടമ്പലത്തിൽ വന്ന് വഴിപാട് നടത്തണമെന്ന് അവർ പറഞ്ഞല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട്. അല്ല, വേറെയും വഴിപാടുണ്ടായിരുന്നല്ലോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഇവിടുത്തെ പ്രധാന വഴിപാട് ഇതായതുകൊണ്ടല്ലേ സുഭാഷ് ഏട്ടാ എന്ന് നിധിയും ദേഷ്യത്തോടെ നികേഷിനെ കൊണ്ട് ചെയ്യിച്ചൂടെ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് നിധിയും ഒരു കാര്യം ചെയ്യേ, ഞാൻ ശൂലം കുത്തിയാ മതിയോ, എങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് പറയുക. അയ്യോ അതൊന്നും വേണ്ട എന്ന് സുധീഷും. എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് നിധിയും. ഏയ് അത് ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് സുധീഷും മനസ്സിൽ പറയുക. നോക്കിക്കോ നിധി, ഇതെനിക്കൊരു അവസരമാ, ഈ അവസരം ഞാൻ ഉപയോഗിക്കും ഉറപ്പ് എന്ന് പറഞ്ഞ് ചിരിയോടെ ഇരിപ്പാ. രാവിലെ ആവുമ്പോ നികേഷ് സുധീഷിനോടായി ചോദിക്കുന്നുണ്ട് ശൂലം കുത്താൻ പോണ്ടേന്ന്. ദേഷ്യത്തോടെ തന്റെ കയ്യിലുണ്ടായിരുന്ന തലേണ വലിച്ചെറിഞ്ഞ് പോടാ അവന്റെ ഒരു ശൂലം കുത്ത് എന്ന് സുധീഷും ദേഷ്യത്തോടെ പറയുന്നു. അപ്പോഴാണ് സുഭാഷ് ഏട്ടൻ ചായയുമായി അങ്ങോട്ട് വന്ന് നികേഷിന് കൊടുക്കുന്നത്. ഹരീഷ് എവിടെയെന്ന് ചോദിക്കേ. ആ നീതുവുമായി സൊള്ളിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് നികേഷ് പറയുമ്പോഴേക്കും ഹരീഷെന്ന് നീട്ടി വിളിച്ചുകൊണ്ട് സുധീഷിന് ചായ കൊടുക്കുക സുഭാഷ് ഏട്ടൻ. അപ്പോഴാണ് സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് സുനന്ദ അങ്ങോട്ട് വരുന്നത്. ചായ എടുക്കെന്ന് പറഞ്ഞ് സുഭാഷ് കൊടുക്കുന്നുണ്ടെങ്കിലും വേണ്ട ഞാൻ കുടിച്ചു എന്ന് സുനന്ദയും. അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന ഹരീഷിനും സുഭാഷ് ചായ കൊടുക്കുക. രാത്രി നന്നായി ഉറങ്ങിയോ എല്ലാവരും എന്ന് സുനന്ദ ചോദിക്കേ. ഇല്ലപ്പാ, പുതിയ സ്ഥലമല്ലേ, ഉറക്കം വന്നതേ ഇല്ല എന്ന് സുഭാഷും. ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് ഉറങ്ങി, സുഭാഷ് ഏട്ടനും ഉറങ്ങി, വെറുതെ പറയുന്നതാന്ന് നികേഷും പറയുന്നു. സുഭാഷ് ഏട്ടന് വേണ്ടി പെണ്ണാലോചിക്കുന്നില്ലേ എന്ന് സുനന്ദ ചോദിക്കേ. പിന്നെ അതിനു വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ എന്ന് സുധീഷ് പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കാൻ വേണ്ടി ഇന്ന് സുധീഷ് ഏട്ടൻ ശൂലം കുത്തി പ്രദക്ഷിണം ചെയ്യാൻ പോവുക എന്ന് നികേഷ് പറയുന്നവൾക്ക് ആണോ എന്ന് സുനന്ദയും ചോദിക്കുന്നുണ്ട്. അതെ എന്നവൻ പറയേ. എന്ന് നോക്കിക്കോ, തിരിച്ച് നാട്ടിലെത്തുമ്പോഴേക്കും സുഭാഷ് ഏട്ടന്റെ കല്യാണം നടന്നിരിക്കും, നല്ല ശക്തിയുള്ള മൂർത്തിയാ എന്ന് സുനന്ദ പറയുക. ആ അത് വിട്, നിനക്കവിടെ എങ്ങനെയുണ്ട്, അവിടെ സുഖമല്ലേന്ന് സുഭാഷ് ഏട്ടൻ സുനന്ദയോടായി ചോദിക്കുക. വളരെ സുഖം, അശ്വിൻ നല്ലയാളാ, വീട്ടുകാരും അതെ, ഞാൻ എന്ത് ചോദിച്ചാലും അത് ചെയ്തു തരും എന്ന് സുനന്ദ പറയുമ്പോഴാണ് ചാന്ദിനി അങ്ങോട്ട് വന്ന് ഭയ്യ ഗരം പാനി ആ നെഹിയെ എന്ന് സുഭാഷിനോടായി പറയുന്നത്. ആണോ, ഞാൻ കുളിച്ചതാണല്ലോ എന്ന് സുഭാഷും. മേ ചേക്ക് കിയ നെഹി എന്ന് ചാന്ദിനിയും പറയുന്നുണ്ട്. അത് കേട്ട് സുനന്ദയും ഹീറ്റർ ഉണ്ടല്ലോ അവിടെ, ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് അവളുടെ കൂടെ പോവുകയാ. ഞാനും ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനും പുറകെ ചെല്ലുന്നുണ്ട്. ശൂലം എന്ന് ചിരിയോടെ പറഞ്ഞ് സുധീഷിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക ഹരീഷും നികേഷും. സുനന്ദ ബാത്റൂമിലേക്ക് വന്ന് നോക്കി. ആ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല, അതാ എന്ന് പറഞ്ഞ് പുറത്തുള്ള സ്വിച്ച് ഓൺ ചെയ്യുക. ഇനി പൊക്കോ എന്ന് പറഞ്ഞ് സുനന്ദ അവിടുന്ന് പോകുമ്പോഴേക്കും ചെല്ല് ജാവോ എന്ന് സുഭാഷ് ഏട്ടനും പറയുക. അവൾ നടക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടെയുള്ള വെള്ളത്തിൽ വഴുതി വീഴാൻ പോവുകയാ. പെട്ടെന്ന് സുഭാഷ് അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട് അമ്പരപ്പോടെ നോക്കി നിൽക്കാ സുനന്ദയും. സുഭാഷിന്റെയും ചാന്ദിനിയുടെയും കണ്ണുകൾ ഒരു നിമിഷം മുടക്കുന്നുണ്ട്. അപ്പോഴാണ് സുനന്ദ നോക്കി നിൽക്കുന്നത് സുഭാഷിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവൻ പെട്ടെന്ന് അവളെ എഴുന്നേൽപ്പിച്ചു നിർത്തി വെള്ളം ചവിട്ടിയിട്ട് വഴുക്കിയതാ എന്ന് പറയേ. താങ്ക് യു എന്ന് ചാന്ദിനിയും. തും ജാവോ, ഞാൻ ക്ലീൻ ചെയ്യാം എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. ചാന്ദിനി ബാത്റൂമിലേക്ക് കയറി സുഭാഷിനെ വീണ്ടും ഒന്ന് നോക്കി പുഞ്ചിരിയോടെ ഡോർ അടയ്ക്കുകയാണ്. അവരെ ശ്രദ്ധിച്ചു നിൽക്കായിരുന്ന സുനന്ദയെ ഒന്ന് നോക്കി ഞാനേ ഇത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് സുഭാഷ് അത് ക്ലീൻ ചെയ്യാനായി തുടങ്ങുക. ഞാൻ ചെയ്യാമെന്ന് സുനന്ദ പറയുന്നുണ്ടെങ്കിലും വേണ്ട വേണ്ട, നിന്റെ അമ്മ കണ്ടോണ്ട് വന്നാ അത് മതി, ചെല്ല് നീ പോയിക്കോ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞവൻ ക്ലീൻ ചെയ്യുമ്പോഴേക്കും സുനന്ദ അവിടുന്ന് പോവുകയാ. പിന്നീട് സുനന്ദ ഹോളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് കുളി കഴിഞ്ഞ് പെട്ടെന്ന് വരികയായിരുന്ന ചാന്ദിനി അവളെ കൂട്ടിയിടിക്കാനായി പോകുന്നു. സോറി എന്ന് ചാന്ദിനി പറയേ. സോറി സാരമില്ല എന്ന് സുനന്ദ. ഞാൻ സുനന്ദ, സുഭാഷ് ഏട്ടന്റെ അമ്മായിയുടെ മകളാ. ഇയാൾ ശരിക്കും ആരാ എന്ന് സുനന്ദ ചോദിക്കുക. മേരാ നാം ചാന്ദിനി എന്നവൾ പറയേ. ഓ ഹിന്ദിക്കാരിയാണ്. സുഭാഷ് ഏട്ടനെ എങ്ങനെ അറിയാമെന്ന് സുനന്ദ ചോദിക്കുന്നുണ്ട്. ഉൻകെ സാത്ത് മേരെ ഭയ്യ കാം കർത്തെ ഹെ, ഇസ്ലിയെ മുझे പതാ ഹെ, മുझे थोड़ी प्रॉब्लम हो गई है, इसलिए उनके घर में सीखे आया എന്നൊക്കെ ചാന്ദിനി ഹിന്ദിയിൽ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽപ്പാ സുനന്ദയും. അപ്പോഴാണ് നികേഷ് അതുവഴി പോകുന്നത് കാണുന്നത്. എടാ നികേഷേ, ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞ് അവനെ വിളിക്കുക സുനന്ദ. നികേഷ് അങ്ങോട്ട് വന്ന് എന്തു പറ്റിയെന്ന് ചോദിക്കേ. ഇവൾ ആരാണെന്ന് ചോദിച്ചപ്പോഴേ എന്തൊക്കെയോ പറയുന്നു, ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് സുനന്ദയും. നികേഷും പറയുക. ഇത് ചാന്ദിനി, നമ്മുടെ അവിനാഷ് ബായി ഇല്ലേ, സുഭാഷ് ഏട്ടന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ അനിയത്തിയാ. ഇവരുടെ വീട്ടിലെ എന്തോ ചില പ്രശ്നം, അപ്പോ കുറച്ചു ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വന്നതാ. വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോ കൂടെ കുട്ടി, അത്രയേ ഉള്ളൂ. ചാന്ദിനി തും ജാവോ എന്ന് നികേഷ് പറയേ.
ചൽ ടിക് ഹെ എന്ന് പറഞ്ഞ് ചാന്ദിനി അവിടുന്ന് പോവുകയാണ്. സുനന്ദയും ചാന്ദിനിയെ ശ്രദ്ധിച്ച് കുട്ടി കാണാൻ കൊള്ളാല്ലേ എന്ന് ചോദിക്കേ കുഴപ്പമില്ല എന്ന് നികേഷു. കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സുനന്ദ ചോദിക്കേ ഇല്ലെന്ന് നികേഷു. എന്ന് നമുക്ക് സുഭാഷേട്ടനെ കൊണ്ട് കെട്ടിച്ചൂടെ എന്ന് സുനന്ദ ചോദിക്കേ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞാ എന്ന് നികേഷു. ആ നല്ല കാര്യല്ലേ എന്ന് സുനന്ദ ചോദിക്കേ നല്ല കാര്യമായി, ഭാഷ മനസ്സിലാകാതെ എങ്ങനെ കെട്ടിക്കുമെന്ന് നികേഷു. കല്യാണം കഴിക്കാൻ എന്തിനാ ഭാഷ അറിയുന്നേ, രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കണമെങ്കിൽ ഭാഷ അറിയണ്ടേ എന്ന് നികേഷും ചോദിക്കുക. മനുഷ്യന്മാരെ എല്ലാ ഭാഷയും പഠിക്കുകയല്ലേ ചെയ്യുന്നത്, കല്യാണം കഴിഞ്ഞ അതൊക്കെ തനിയെ പഠിച്ചോളും എന്ന് സുനന്ദയും പറയുന്നുണ്ട്. ഏയ് അതൊന്നും ശരിയാവില്ല, നമുക്ക് വേറെ നോക്കാം. അതുപോലെ എന്ന് ചോദിച്ച് നികേഷ് അവിടുന്ന് പോവുകയാണ്. അവിടെ അഖിൽ തന്റെ വീട്ടിലേക്ക് സ്കൂട്ടിയിൽ ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് വരികയാ. ഞങ്ങൾ ഇതാ പുറപ്പെടുകയായി, നീ അവിടെ റെഡി ആയിട്ട് നിന്നാ മാത്രം മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നേ. ഓക്കെ എന്ന് പറഞ്ഞേ അഖിൽ വീട്ടിലേക്ക് കയറി ചെല്ലുകയാ. അവിടെ എങ്ങോട്ട് പോവാൻ റെഡിയായി നിൽക്കുകയാണ് സീതയും ചന്ദ്രനും. അവൾ എവിടെ എന്ന് അഖിൽ ചോദിക്കേ. അകത്തുണ്ട് എന്ന് അമ്മയും പറയുകയാ. ഇതൊക്കെ നടക്കൂടാ എന്നച്ഛൻ ചോദിക്കേ. നടത്തിയെടുക്കണം എന്ന് അഖിലും പറയുക. എനിക്കെന്തോ കുഴപ്പമാവോ എന്നൊരു തോന്നല്. എന്നച്ഛൻ ടെൻഷനോടെ പറയേ ഒരു കുഴപ്പവും വരാനില്ല, അവനും അവന്റെ ഫാമിലിയും ഇപ്പൊ ഇവിടെ ഇല്ല, അവര് തിരിച്ചെത്തും മുമ്പ് എല്ലാം കഴിയണം എന്നഖിൽ പറയേ. നീ പ്രേമിനോട് സംസാരിച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന് അച്ഛനും ചോദിക്കുക. സംസാരിക്കാതെ ഞാൻ നിങ്ങളോട് പുറപ്പെടാൻ പറയോ എന്നഖിൽ ചോദിക്കേ. അവന് പൂർണ്ണ സമ്മതമാണല്ലോ അല്ലേ എന്ന് അച്ഛനും ചോദിക്കുക. അച്ഛൻ അറിയാത്ത ആളൊന്നുമല്ലല്ലോ അവൻ എന്നഖിൽ ചോദിക്കേ. അറിയാം, എന്നാലും എന്നച്ഛൻ. അവൻ എന്റെ ചങ്ക് ബ്രോയാ, ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കും എന്നഖിൽ പറയേ. അവന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചില്ലേ എന്ന് സീതയും ചോദിക്കുന്നു. ആ സംസാരിച്ചു, അവരെ കുറച്ച് കാശ് പ്രതീക്ഷിക്കുന്നുണ്ട്, പിന്നെ അവനൊരു ബൈക്കും, അത് നമുക്ക് നോക്കാം. പക്ഷേ ഇന്ന് കല്യാണം നടക്കുമെന്ന് അവരറിഞ്ഞിട്ടില്ല എന്നഖിൽ പറയേ. അയ്യോ അപ്പോ എന്ന് അമ്മയും ചോദിക്കും. അത് പ്രേമ സംസാരിച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചടങ്ങ് കഴിഞ്ഞ അവരിങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, അതിനുശേഷമല്ലേ എല്ലാവരെയും അറിയിച്ചുള്ള കല്യാണമുള്ളൂ എന്നഖിൽ പറയേ. പ്രശ്നമൊന്നും ആവില്ലല്ലോ അല്ലേ എന്ന് അമ്മയും പരിഭ്രമത്തോടെ ചോദിക്കുന്നു. ഇല്ലെന്നേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നഖിൽ പറയേ. എടാ അവൾ വീണ്ടും പോലീസിനെ വിളിച്ച എന്നമ്മ ചോദിക്കുന്നു. അത് കെട്ട് കഴിഞ്ഞിട്ടല്ലേ, അപ്പൊ പിന്നെ പോലീസിലൊന്നും ഇടപെടാൻ പറ്റില്ലെന്ന് അഖിലും. അവരെത്ര ചോദിക്കും എന്നമ്മ ചോദിക്കേ. അതാണോ ഇപ്പൊ സംസാരിക്കണ്ടേ, ആദ്യം ചടങ്ങ് നടക്കട്ടെ, നിങ്ങൾ അവളെയും കൊണ്ട് അമ്പലത്തിൽ വന്നാ മതിയെന്ന് അഖിൽ പറയുന്നുണ്ട്. ആലോചിക്കുമ്പോ പേടി തോന്നാ എന്നമ്മ പറയേ. അമ്മേ ഇതെന്ത് വർത്താനാ, കാര്യം പറഞ്ഞപ്പോ ഗംഭീര ഐഡിയ എന്നൊക്കെയല്ലേ പറഞ്ഞേ, ഇപ്പൊ കാര്യം നടക്കാൻ നേരത്തെ വിഷയം മാറ്റിയാണോ എന്ന് അഖിലും ചോദിക്കുക. അതല്ലടാ, അവളെ വിശ്വസിപ്പിച്ച് അങ്ങോട്ട് എത്തിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ഇനി അഥവാ എത്തിച്ചാലോ, കല്യാണ കാര്യമെന്നറിഞ്ഞാ അവൾ അവിടെ കിടന്ന് ബഹളം വെക്കും, ഉറപ്പാ എന്ന് അമ്മയും പറയുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ ആലോചിച്ച് ഇവിടെ ഇരുന്നോ, ഒരു ദിവസേ ആ മെക്കാനിക്കുമായിട്ട് അവൾ ഇങ്ങോട്ട് കയറി വരും, അവര് മുഴുവൻ നമ്മുടെ ബന്ധുക്കളുമാവും, അത് വേണോ എന്നഖിൽ ചോദിക്കേ. ചേ അതൊന്നും വേണ്ട എന്ന് അമ്മയും. എന്നാ ഞാൻ പറയുന്നത് ചെയ്യേ, അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വരണം എന്നഖിൽ പറയേ. അപ്പൊ അവൾ 1000 ചോദ്യം ചോദിക്കുമെന്ന് അമ്മയും. ഓ ഞാൻ ഒരാൾ ഇത് നടത്തിയെടുക്കാൻ നെട്ടോട്ട് ഓടുവാ, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ പറ്റില്ലേ എന്നഖിൽ ചോദിക്കേ. നിവൃത്തിയില്ലാതെ ശരി എന്ന് പറയുക സീതയും. ഞാനേ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കി അമ്പലത്തിലുണ്ടാവും എന്നഖിൽ പറയേ. നീ ചെല്ല്, ഞങ്ങൾ വരാമെന്ന് അച്ഛനും സമ്മതിക്കും. അല്ല അവള് പ്രശ്നമുണ്ടാക്കിയാലോ എന്ന് അമ്മ ചോദിക്കേ. തല തല്ലി പൊട്ടിച്ചിട്ടാണെങ്കിലും ഞാൻ ഇത് നടത്തും, എന്താ സംശയമുണ്ടോ എന്ന് ചന്ദ്രനും ചോദിക്കും. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ, നിങ്ങൾ വേഗം വരാൻ നോക്കെന്ന് പറഞ്ഞ് അഖിൽ അവിടുന്ന് പോവുകയാ. അവിടെ നീതു ഹരീഷുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇനിയും വരാൻ വൈകുമെന്നാണോ എന്നവൾ ചോദിക്കേ. ഏയ് നാളെ അങ്ങോട്ട് എത്തുമെന്ന് ഹരീഷു. എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് നീതു പറയേ. എനിക്കും അങ്ങനെ തന്നെയാ, അതുകൊണ്ടാ ഞാൻ വിളിച്ചതെന്ന് ഹരീഷും. അപ്പോഴേക്കും നീതു നീതു എന്നുള്ള അമ്മയുടെ വിളിയെത്തുകയും അവൾ വിളി കേൾക്കാതെ വീണ്ടും ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതെ, ഇവിടെ അടുത്തൊരു ഹിഡൻ സ്പോട്ട് ഉണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടവും നിറയെ മരങ്ങളുമായിട്ടുള്ള ഒരു സ്ഥലം. അവിടെ പോയിരുന്ന നേരം പോണതറിയില്ല എന്നവൻ പറയേ. ഇനി പോകുമ്പോ എന്നെ കൂടി കൊണ്ടുപോകണം കേട്ടോ എന്ന് നീതുവും പറയുന്നുണ്ട്. അവിടെ ചെന്നപ്പോ നീയും കൂടി ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാൻ ശരിക്കും ആലോചിച്ചു എന്ന് ഹരീഷ് പറയുന്നത് കേട്ട് നീതു പുഞ്ചിരിയോടെ ഇരിക്കുമ്പോഴാണ് എടി നീതു എന്ന അമ്മയുടെ വിളി വീണ്ടും എത്തും. ഹരീഷ് വീണ്ടും പറയുന്നുണ്ട്. അത് അധികം ആരും വരാത്തൊരു സ്ഥലമാണ്, അങ്ങനെയുള്ളൊരു സ്ഥലമാണെങ്കിലേ നീ എനിക്കൊരു കിസ് കൂടി തരണം എന്നവൾ പറയുന്നത് കേട്ട് അയ്യേ എന്ന് ഹരീഷും. പുഞ്ചിരിയോടെ എന്തയ്യെന്ന് എന്നവൾ ചോദിക്കുക. ഒന്നുമില്ല എന്ന് ഹരീഷും. നാണം വരുന്നുണ്ടോ ഹരീഷേ എന്നവൾ ചോദിക്കുമ്പോഴേക്കും നീതു എന്ന അമ്മ വീണ്ടും വിളിക്കുന്നുണ്ട്. അമ്മ കുറെ നേരമായി വിളിക്കുന്നു, ഞാൻ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് ഒരു കിസ്സും കൊടുത്ത് അവൾ കോൾ വെക്കുകയാണ്. നീതു എന്നമ്മ വീണ്ടും വിളിക്കുക. ദാ വരുന്നമ്മ എന്നവൾ വിളിച്ച് പറയുന്നു. അവൾ എഴുന്നേറ്റ് അമ്മയുടെ അരികിലേക്ക് ചെന്ന് എന്തിനിങ്ങനെ ബഹളം വെക്കുന്നേ എന്ന് ചോദിക്കേ. എത്ര നേരമായി നിന്നെ വിളിക്കുന്നു എന്ന അമ്മയും. പാത്രങ്ങൾ മുഴുവൻ കഴുകി വെക്കാൻ പറഞ്ഞു, കഴുകി വെച്ചു, ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് നീതുവും ചോദിക്കുക. വേഗം ചെന്ന് റെഡിയായേ, നമുക്കൊന്ന് അമ്പലം വരെ പോണം എന്നമ്മ പറയേ. അമ്പലത്തിലേക്കോ, എന്തിന് എന്ന് നീതു. എന്തെന്ന് പറഞ്ഞാലേ വരുള്ളൂ എന്ന് അമ്മ ചോദിക്കേ. അതെ എന്ന് നീതു. അത് മോളെ, കഴിഞ്ഞ മാസം അച്ഛന് വണ്ടി തട്ടി ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ, അന്ന് നേർന്ന വഴിപാടാ. ഇന്നലെ അമ്പലത്തിലെ പൂജാരിയെ കണ്ട് സംസാരിച്ചപ്പോ ഇന്ന് ചെന്ന വഴിപാട് നടത്താൻ പറഞ്ഞു. കുടുംബത്തിലെ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ മനസ്സമാധാനമില്ലല്ലോ,
അതുകൊണ്ട് അത് ഇന്ന് തന്നെ നടത്താമെന്ന് വെച്ചു. അതാ നീയും കൂടി വായെന്ന് അച്ഛൻ വിളിക്കുന്നുണ്ട്. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നീതു ചോദിക്കേ, എല്ലാം നിന്നോട് പറഞ്ഞിട്ടാണോ എന്ന് അമ്മയും ചോദിക്കുക. വഴിപാട് പറഞ്ഞെങ്കിൽ കഴിച്ചിട്ട് വന്നാ പോരെ, അതിന് ഞാൻ എന്തിനാ വരണേ എന്ന് നീതുവും. എടി, കുടുംബത്തോടെ ചെയ്യേണ്ട വഴിപാടാ, നമ്മുടെ ചില സ്വന്തക്കാരൊക്കെ വരും, അവര് നീ എവിടെന്ന് ചോദിച്ചാ ഞങ്ങൾ എന്ത് പറയും എന്നമ്മ പറയേ. ഓ, അപ്പോ സ്വന്തക്കാരെ കാണിക്കാനാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്, അല്ലാതെ എന്നോട് വലിയ സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല എന്ന് നീതുവും. നിനക്ക് പിന്നെ ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണല്ലോ, ഞങ്ങൾക്കാണല്ലോ നിന്നോട് സ്നേഹമില്ലാത്തത് എന്ന് അമ്മ പറയേ. അച്ഛന്റെ ഒരു കാര്യമല്ലേ മോളെ, നീ പോയി റെഡി ആയിട്ട് വാ എന്ന് അച്ഛനും. സ്വന്തക്കാരോടൊക്കെ നേരത്തെ പറയാം, എന്നോട് പോവാൻ നേരത്തെ പറയാൻ പറ്റുള്ളല്ലേ എന്ന് നീതു ചോദിക്കുക. സംസാരിച്ച് നേരം കളയാണ്ട് പോയി തയ്യാറായിട്ട് വാ നീതു എന്ന് അമ്മയും പറയുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ, സമയം വേണ്ടേ എന്ന് അവളും. വേഗം ചെല്ല്, ഞാൻ അവിടെ സാരി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അമ്മ പറയേ. സാരിയോ, എന്തിന് എന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. എല്ലാരും സാരി എടുത്ത് വരുമ്പോ നീ മാത്രം ചുരിദാർ ഇട്ട് വന്നാ എങ്ങനെയാ, സമയത്തല്ലാതെ പിന്നെ എപ്പോഴാ സാരി ഉടുക്കുന്നത്, പോയി അങ്ങ് ഉടുത്തിട്ട് വന്നേ എന്നമ്മ പറയേ. ആ വരാം എന്ന് പറഞ്ഞ് നീതു അവിടുന്ന് പോവുകയാ. ആശ്വാസത്തോടെ ചന്ദ്രനെ നോക്കുകയാണ് സീതയും. അവിടെ അമ്പലത്തിൽ കല്യാണ മണ്ഡപത്തിൽ നിലവിളക്കിന് തിരികൊളുത്തുകയാണ് അഖിൽ. പൂജാരി അങ്ങോട്ട് വന്ന് പെൺകുട്ടി വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ വരും തിരുമേനി, ഇവിടെ എല്ലാം ഓക്കെ അല്ലേ എന്ന് അഖിലും ചോദിക്കുക. ഇവിടെ എല്ലാം ഓക്കെയാ, താലി ഇതാ പൂജിച്ചു വെച്ചിട്ടുണ്ട്, ഇനി പെൺകുട്ടി വരണം, താലി കെട്ടണം, പുടവ കൊടുക്കണം, അത്രേ ഉള്ളൂ എന്ന് പൂജാരി. അതിപ്പോ നടക്കും സ്വാമി എന്ന് അഖിൽ പറയേ. എങ്കിൽ നല്ലത് എന്ന് പറഞ്ഞ പൂജിച്ച താലി മണ്ഡപത്തിലേക്ക് വെക്കുകയാ. അപ്പോഴേക്കും അവന്റെ ഒരു ഫ്രണ്ട് അവർക്കിടാനുള്ള മാല കൊണ്ടുവന്ന് കൊടുക്കുകയാ. ഇവിടെ പ്രേം എവിടെടാ എന്ന് അഖിൽ ചോദിക്കേ. ദേ നിൽക്കുന്നു എന്ന് പറഞ്ഞവൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അഖിൽ പ്രേമിന്റെ അരികിലേക്ക് ചെന്ന്, അളിയ റെഡിയല്ലേ, ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുക. ചെറിയ ടെൻഷൻ ഇല്ലാതില്ല, അച്ഛനമ്മമാരെ അറിയിക്കാതെ നടത്തുന്ന ഏർപ്പാടല്ലേ എന്ന് പ്രേം പറയേ. എടാ, നീ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് അഖിലും ചോദിക്കുക. പറഞ്ഞു, പക്ഷേ എന്നാണെന്ന് അറിയില്ലല്ലോ എന്നവൻ പറയേ. എടാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് അഖിലും ചോദിക്കുക. ഏയ്, ആദ്യം ഇച്ചിരി വിഷമമൊക്കെ കാണിക്കുന്നേ ഉള്ളൂ, പിന്നെല്ലാം ശരിയായിക്കോളുമെന്ന് പ്രേമം പറയുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രനും സീതയും നീതുവിനെയും കൊണ്ട് അമ്പലത്തിലേക്ക് തിരിച്ചിരുന്നു. പ്രേം അഖിലിനോടായി പറയുന്നുണ്ട്, കൂട്ടുകാരനാണെന്ന് കരുതി ഡൗറി തരാതിരിക്കരുത് കേട്ടോ എന്ന്. എടാ, അതൊക്കെ പറയേണ്ട കാര്യമുണ്ടടാ, നിനക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഞാൻ തന്നിരിക്കുമെന്ന് അഖിലും. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, നീ അത് സീരിയസ് ആയി എടുത്തോ, എന്റെ അച്ഛനെന്ന് പറഞ്ഞത് ഓർത്തിട്ടാണോ എന്ന് പ്രേം ചോദിക്കുന്നുണ്ട്. അതൊക്കെ എന്തായാലും ഞങ്ങൾ ചെയ്യേണ്ട കടമകളല്ലേ, എന്തായാലും ഈ വിഷയത്തിലെ ഞാൻ പറഞ്ഞപ്പോ തന്നെ നീ നീതുവിനെ കെട്ടാൻ സമ്മതിച്ചല്ലോ, അത്രയും ചെയ്യുന്ന കൂട്ടുകാരന് വേണ്ടി തിരിച്ച് എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ എന്ന് അഖിലും ചോദിക്കുക. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് നിന്റെ അനിയത്തിയല്ലേടാ, നിന്റെ അവസ്ഥ എനിക്കറിയാം, ഒരു കാരണവശാലും അവളെ ആ വീട്ടിലേക്ക് പറഞ്ഞയക്കണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല, പോരെ എന്ന് പ്രേം ചോദിക്കേ. പ്രേമിനെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഖിൽ പറയുന്നുണ്ട്, എന്റെ മുന്നിൽ വെല്ലുവിളിച്ചിട്ടാ അവൻ പോയത്, ആ വെല്ലുവിളി ഇനി അവൻ ആവർത്തിക്കരുതെന്ന്. അപ്പോഴേക്കും ചന്ദ്രനും സീതയും നീതുവിനെയും കൊണ്ട് ഓട്ടോയിൽ അമ്പലത്തിൽ വന്നിറങ്ങുക. വാ മോളെ എന്ന് സ്നേഹത്തോടെ സീത വിളിക്ക്. സംശയത്തോടെ നിൽക്കുന്ന നീതുവിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുഭാഷേട്ടന്റെ കല്യാണം നടക്കാൻ വേണ്ടി സുധീഷ് ശൂലം കുത്തി പ്രദക്ഷിണം വഴിപാട് നടത്തുന്നതും സുഭാഷിന്റെ കല്യാണം ഉടനെ നടക്കുമെന്ന് വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി പറയുന്നതുമെല്ലാമാണ് അടുത്ത എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.